മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പുള്ള 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് ചാപ്റ്റർ ആണ്? മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് തീമുകൾ ഞാൻ പറഞ്ഞു തരാം. 4 തീംസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എന്തെങ്കിലും റൈറ്റപ്പോ റിവ്യൂ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതില് ഈ തീംസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ അതിൽ പറയുന്ന ഒരു തീമാണ് നോക്കേ, വുമൺ സ്ട്രഗിൾ. വുമൻസിന്റെ സ്ട്രഗിൾസിനെ പറ്റി എന്തിൽ പറയുന്നുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഇനിക്വാലിറ്റി ആൻഡ് ഡിസ്റെസ്പെക്ട്. ഓക്കെ, ഇനിക്വാലിറ്റിനെ പറ്റിയിട്ടും ഡിസ്റെസ്പെക്റ്റിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എന്ത്? സൈലന്റ് ആങ്കർ ആൻഡ് റെസിസ്റ്റൻസ്. ലാസ്റ്റ് പറയുന്നതാണ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. അപ്പൊ ഈ ഒരു 4 തീംസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഓദറിനെ പരിചയപ്പെടാം. ആശപൂർണ ഡെബി. അപ്പൊ ഈ ഒരു ഡെബി എന്നുള്ളതിനെ നമുക്ക് ദേവി എന്നാണെന്നുണ്ടെങ്കിലും പറയാട്ടോ. ഓക്കെ, ദേവി എന്നാണെന്നുണ്ടെങ്കിലും പറയാം. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആശപൂർണ ദേവി എന്നും പറയും, ദേവി എന്നും പറയും. ഓക്കെ, നമുക്ക് നേരെ ഇതിലൊരു ഡീറ്റെയിൽഡ് സമ്മറിയിലോട്ട് പോവാം. നോക്കാം. Matchbox is a powerful short story by the famous Bengali writer Ashapurna Devi. ഇതിലിപ്പോ ദേവി എന്നാണ്, ദേവി എന്ന് എഴുതിയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ഒരു ബംഗാളി റൈറ്റർ ആണ്. എന്താണ് റൈറ്ററുടെ പേരെന്താണ്? ആശപൂർണ ദേവി. In the story, the author compares women to a matchbox. ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഓതർ ഒരു വുമണിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മാച്ച് ബോക്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. A matchbox contains enough fire to cause great destruction, but it usually lies quietly in the kitchen without being used. അപ്പൊ മാച്ച് ബോക്സിന്റെ പ്രത്യേകത എന്താണ്? മാച്ച് ബോക്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയൊരു ഡിസ്ട്രക്ഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാച്ച് ബോക്സ് കാരണം അങ്ങനെ ഒരു വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. പക്ഷേ എന്നാലും കിച്ചണിൽ ഒരു മൂലയ്ക്ക് യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരു സാധനമാണ് എന്ത്? മാച്ച് ബോക്സ്. ഓക്കെ, അപ്പൊ അതിന് എന്തുണ്ട്? അതൊരു ഫയർ ആണ്, അതൊരു ആളി കത്തുന്ന സംഭവമാണ്. പക്ഷെ അത് എന്താണ്? അതിങ്ങനെ തുരുമ്പ് പിടിച്ച പോലെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ബാക്കി നോക്കാം. In the same way, women have great inner strength and courage, but society forces them to remain silent and patient. അപ്പൊ ഒരു മാച്ച് ബോക്സ് പോലെ തന്നെ in the same way, women എന്തുണ്ട്? വുമണ് നല്ല ഇന്നർ സ്ട്രെങ്ത്തും ഉണ്ട്, കറേജും ഉണ്ട്. പക്ഷേ സൊസൈറ്റി എന്താണ്? അവൾ ഒരു മൂലക്കാക്കി വെച്ചേക്കാണ്. സൊസൈറ്റി എന്താണ് ചെയ്തിരിക്കുന്നത്? ബട്ട് സൊസൈറ്റി ഫോഴ്സസ് ദം ടു റിമൈൻ സൈലന്റ്. സൊസൈറ്റി എന്ത് ചെയ്യാണ്? വുമണിനെ ഫോഴ്സ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? സൈലന്റ് ആയിരിക്കാനും പേഷ്യന്റ് ആയിരിക്കാനും സൊസൈറ്റി എന്ത് ചെയ്യാണ്? വുമണിനെ ഫോഴ്സ് ചെയ്യാണ്. ദി സ്റ്റോറി ഈസ് അബൌട്ട് അജിത് ആൻഡ് നോമിത. അപ്പൊ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് അജിത് ആൻഡ് നോമിത എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കണം കേട്ടോ. Who lives in a large joint family with 26 members. അതായത് അവര് 26 പേരടങ്ങുന്ന ഒരു ജോയിന്റ് ഫാമിലിയിലാണ് അജിത്തും നോമിതയും താമസിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ വീട്ടിൽ ഇത്രയും വലിയ ജോയിന്റ് ഫാമിലി ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ജോയിന്റ് ഫാമിലി എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മള് അച്ഛനും അമ്മയും കുട്ടികളും അതേപോലെ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും? ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അത്രയും ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് മീൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ പണ്ടത്തെ ജോയിന്റ് ഫാമിലി എന്തുണ്ടാവും? കുറെ അധികം എന്തുണ്ടാവും? മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ 26 മെമ്പേഴ്സ് ഉള്ള ഒരു ജോയിന്റ് ഫാമിലിയിലാണ് അജിത്തും ആൻഡ് നോമിത. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഇവർ താമസിക്കുന്നത്. വൺ ഡേ നോമിത ഫൈൻഡ്സ് എ ലെറ്റർ ഫ്രം ഹെർ മദേഴ്സ് ഇൻ അജിത്സ് പോക്കറ്റ്. അങ്ങനെ ഒരു ദിവസം അജിത്തിന്റെ പോക്കറ്റിൽ നിന്നും നോമിത ഒരു ലെറ്റർ കണ്ടെത്താണ്. അപ്പൊ ആ ലെറ്റർ ആര് എഴുതിയേക്കുന്നതാണ്? നോമിതയുടെ മദർ എഴുതിയേക്കുന്ന ലെറ്റർ തന്നെയാണ്. ഓക്കെ, ദ ലെറ്റർ ഈസ് ഓൾഡ്, ക്രംബിൾഡ് ആൻഡ് ട്വിസ്റ്റഡ്. അപ്പൊ ഈ ഒരു ലെറ്റർ എങ്ങനെയാണ്? ഈ ചുളുങ്ങിക്കൂട്ടി അങ്ങനെയാണ് ലെറ്റർ ഇരുന്നിരുന്നത്. ഓക്കെ, അതായത് അജിത്തിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ലെറ്റർ ആർക്ക് കിട്ടാണ്? നോമിതയ്ക്ക് കിട്ടാണ്. അതെങ്ങനെയാണ് ലെറ്റർ എഴുതുന്നത്? ചുളുങ്ങിയാണ് ആ ഒരു ലെറ്റർ എഴുതുന്നത്. കാണുമ്പോൾ എന്താ? കുറച്ച് നാൾ മുൻപ് കിട്ടിയ ഒരു പേപ്പർ കഷ്ണം പോലെയാണ് അതിരിക്കണേ. ഓക്കെ, നോക്കാം, ബാക്കി നോക്കാം. From the postmark, she realized that it had arrived at least 3 days earlier. അപ്പൊ ആ ഒരു പോസ്റ്റ് മാർക്ക്, ഇപ്പൊ ലെറ്ററിൽ എന്തുണ്ടാവും? പോസ്റ്റ് മാർക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ നോമിതയ്ക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു ലെറ്റർ വന്നിട്ട് 3 ദിവസത്തിൽ കൂടുതലായി. 3 ദിവസം മുൻപാണ് ഈ ഒരു ലെറ്റർ വന്നിരിക്കണേ എന്ന് മനസ്സിലാവാണ്. ഓക്കെ, she understands that Ajit had opened and read the letter
ബിഫോർ ഗിവിംഗ് ടു ഹെർ. ഓക്കെ, അപ്പോ നമ്മളുടെ നോമിതയ്ക്ക് ഒരു കാര്യം മനസ്സിലാവാണെന്ത്, അജിത്ത് ഓൾറെഡി ഈ ഒരു ലെറ്റർ, അതായത് നോമിതയുടെ അമ്മ നോമിതയ്ക്ക് അയച്ച ലെറ്റർ ആണ്, പക്ഷേ അജിത്ത് ഓൾറെഡി ഈ ഒരു ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാവാണ്, നോമിതയ്ക്ക് മനസ്സിലാവാണ്. അപ്പൊ അതേപോലെ തന്നെ നോമിതയ്ക്ക് ഒരു സംശയം വരാണ്, അപ്പൊ ഇതിനു മുമ്പും ആരെന്ത് ചെയ്തിട്ടുണ്ടാവും, അജിത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നൊരു സംശയം ആർക്ക് വരാണ്, നോമിതയ്ക്ക് വരാണ്. ഓക്കെ, ദിസ് മേക്സ് ഹെർ ഫീൽ ഡീപ്ലി ഹേർട്ട് ആൻഡ് ഇൻസൾട്ടഡ് ബിക്കോസ് ഹെർ പ്രൈവസി ഹാസ് ബീൻ വയലേറ്റഡ്. അപ്പൊ ഇവൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാണ്. കാരണം എന്താണ്, നമുക്കിപ്പോ ഒരു ലെറ്റർ, നമ്മളുടെ ഒരു ഡയറി, ഇപ്പൊ ലെറ്ററും ഡയറിയൊക്കെ നമുക്ക് ഇപ്പൊ എന്താണ്, വാട്സപ്പ് മെസ്സേജ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ എന്താണ്, വേറൊരാൾ വായിക്കുന്നത് എന്താണ്, നമ്മളുടെ പ്രൈവസി അവിടെ വയലേറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് അത് എടുത്ത് നോക്കാം. പക്ഷേ ഈ ഒരു കേസിൽ പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിലും എന്താണ്, ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ നമ്മളുടെ അനുവാദം കൂടാതെ വേറൊരാൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ പ്രൈവസി അവിടെ അയാൾ വയലേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ അജിത്ത് എന്താണ്, നോമിതയുടെ പ്രൈവസി വയലേറ്റ് ചെയ്തപ്പോ നോമിതയ്ക്ക് എന്താണ്, ഭയങ്കര ഹേർട്ട് ആവാണ്, അതേപോലെ തന്നെ ഭയങ്കര ദേഷ്യവും വരാണ്. ബാക്കി എന്താ സംഭവിക്കണേ നോക്കാം. The letter itself contains nothing important except the usual worries of her mother. അപ്പൊ ഈ ലെറ്ററിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മദർ എപ്പോഴും എന്താണ്, മദറിന്റെ യൂഷ്വൽ ആയിട്ടുള്ള വറീസും ഈ ക്യാഷിന് വേണ്ടിയുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ലെറ്ററിൽ പറയാറ്. അതൊക്കെ തന്നെ ഈ ലെറ്ററിലുള്ളൂ. ഓക്കെ, ഹെർ മദർ റൈറ്റ്സ് അബൌട്ട് ഹെർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ആസ്ക്സ് നോമിത ഫോർ സം മണി. ഞാനിപ്പോ പറഞ്ഞ തന്നെ അമ്മ എന്താണ് എഴുതിയിരിക്കുന്നത്, അതായത് അമ്മയുടെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും, കുറച്ച് പൈസ വേണം, നീ അത് അയച്ചു തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. Even though the letter is ordinary, Nomda becomes upset because her husband has hidden it from her. അപ്പൊ എന്താണ്, ഈ ഒരു ലെറ്ററിൽ ഓർഡിനറി ഒരു ലെറ്റർ ആണെന്നുണ്ടെങ്കിലും, ഒരു നോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നോമിത എന്താണ്, വളരെയായിട്ട് അപ്സെറ്റ് ആവാണ്. കാരണം എന്താ, ഈ ഹസ്ബൻഡ് ഈ ഒരു ലെറ്റർ വായിച്ച് ഈ ഒരു ലെറ്റർ ഇവളുടെ എന്ത് ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു, ഹിഡൻ ചെയ്ത് വെച്ചു, അത് അവൾക്ക് ഒട്ടും സഹിക്കുന്നില്ല. He also begins to suspect that Ajit has been secretly reading all her letters. അപ്പോ നമ്മളുടെ നോമിതയ്ക്ക് ഒരു ഡൗട്ട് വരാണ്, എന്താണ്, അജിത്ത് ഇതിനു മുൻപും എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ലെറ്റേഴ്സ് ഇതേപോലെ വായിച്ചിട്ടുണ്ടാവോ എന്നൊരു ഡൗട്ട് ആർക്ക് വരാണ്, നോമിതയ്ക്ക് വരാണ്. നോമിത angrily asks Ajit why he kept the letter from her. അങ്ങനെ നോമിത ഭയങ്കര ദേഷ്യത്തോടുകൂടി അജിത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്, അല്ലെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു ലെറ്റർ വായിച്ചു നോക്കിയത് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, instead of apologizing, Ajit says that there is nothing wrong with a husband reading his wife letters. അപ്പൊ അവിടെ എന്താണ്, നോർമലി ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോളജൈസ് ചെയ്യും, അല്ലെ, സോറി ഞാനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ അതിന് പകരം അജിത്ത് ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്റെ ഭാര്യയുടെ ലെറ്റർ ഞാൻ വായിച്ചു നോക്കിയാൽ എന്താണ് പ്രശ്നം എന്നാണ് ആരെടുത്ത് ചോദിക്കുന്നത്, നോമിതയുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ചെയ്തൊരു തെറ്റാണെന്ന് ആരും സമ്മതിക്കുന്നില്ല, അജിത്ത് സമ്മതിക്കുന്നില്ല. ഓക്കെ, a heated argument begins between them. അങ്ങനെ ഇവര് തമ്മിൽ, രണ്ടുപേര് തമ്മിൽ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നടക്കാണ്, വാക്കുകൾക്ക് നടക്കാണ്. During the quarrel, Ajit insults Nomita by saying that she comes from a low born family. അങ്ങനെ ഈ ഒരു quarrel എന്ന് വെച്ചാൽ എന്താണ്, ഒരു വാക്ക് തർക്കം, ആ ഒരു ഒച്ചയും വെളിയുടെ ഇടയിൽ അജിത്ത് എന്താണ്, നോമിതേനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, അവൾ ഒരു ലോ ബോൺ ഫാമിലി, അതായത് ലോ ബോൺ ഫാമിലി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, ഭയങ്കര ലോ കാസ്റ്റ് ആയിട്ടുള്ള ഫാമിലി, അങ്ങനെ ഒരു മീനിങ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ് നീ എന്ന് പറഞ്ഞ് ആര് ഇൻസൾട്ട് ചെയ്യാണ്, നോമിതേനെ ഇൻസൾട്ട് ചെയ്യാണ്. These cruel words hurt her deeply, fill her with anger and humiliation. അപ്പൊ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂവൽ വേർഡ്സ് എന്താണ്, അവൾക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യാണ്. മാത്രല്ല അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഹ്യൂമിലിയേഷൻ ഒക്കെ എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. ബാക്കി നോക്കാം. In a moment of extreme frustration, Nomita grabs a matchbox, lights a match and set fire to her sari. അപ്പോ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ ഒരു എക്സ്ട്രീം ഫ്രസ്ട്രേഷനും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ നോമിത എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുന്ന മാച്ച് ബോക്സ് എടുത്തിട്ട് അത് ലൈറ്റ് ചെയ്തിട്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നാ, നമ്മൾ വായിച്ചു വരുമ്പോ എന്താ വിചാരിക്കുക, അജിത്തിനെ കത്തിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ അത് വരെ നോമിത എന്താണ് ചെയ്യുന്നത്, ആ ഒരു മാച്ച് ബോക്സ് അങ്ങനെ ഫയർ ചെയ്തിട്ട് നേരെ ഇവളുടെ സാരി തന്നെയാണ് കത്തിക്കുന്നത്. ഓക്കെ, this act shows the intense pain and anger she has been keeping inside for a long time. അപ്പൊ ഈ ഒരു ആക്ട് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, കുറെ നാളായിട്ട് അവളുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന എന്താണ്, കുറെ നാളായിട്ടുള്ള ഒരു ആങ്കറും ഫ്രസ്ട്രേഷൻ ഒക്കെയാണ് ഈ ഒരു സീൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, however Ajit quickly puts out the fire before she is seriously hurt. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അജിത്ത് എന്ത് ചെയ്യാണ്, ആ ഒരു ഫയർ അണയ്ക്കുകയാണ്, അവൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ആ ഒരു ഫയർ അണയ്ക്കുകയാണ്. Although the flames on her sari are extinguished,
he can still see the fire of anger burning in her face. അപ്പൊ അവളുടെ സാരിയുമുള്ള ഒരു ഫ്ലെയിംസും കാര്യങ്ങളൊക്കെ അണച്ചെങ്കിലും അവളുടെ മുഖത്തുള്ള ആ ഒരു ദേഷ്യം, ആ ഒരു ഫയർ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻക്ക് അണയ്ക്കാൻ പറ്റില്ല. അത് അപ്പോഴും അവളുടെ മുഖത്ത് എന്തായിരുന്നു, അജിത്തിന് കാണാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് then the voice of her young niece Rini is heard. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത്, അടിയിൽ നിന്ന് ഇവളുടെ ഒരു നീസ്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ നീസ്, റിനി എന്ന് പറയുന്ന ഒരു നീസ് അടിയിൽ നിന്ന് ആരെ വിളിക്കുകയാണ്, നോമിതേനെ വിളിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാ വിളിക്കണത്? ഷീ ടെൽസ് നോമിത ദാറ്റ് ദ വാഷ്മാൻ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഡേർട്ടി ക്ലോത്ത്സ്. അപ്പൊ പറയാണ് എന്ത്, നോമിത നീ എവിടെയാണ്, വാഷ്മാൻ കുറെ നേരമായി എന്താണ് ആ ഒരു ഡേർട്ടി, അതായത് അലക്കാരൻ ഉണ്ടാവില്ലേ, ആ അലക്കാരൻ എന്താണ് ക്ലോത്ത്സിന് വേണ്ടി കുറെ നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് പറയാണ്. ഓക്കെ. Immediately Nomida returns to her household duties. She gathers the clothes, sorts them, and goes downstairs, trying to appear calm and normal as if nothing has happened. Okay, അങ്ങനെ ഇവള് പെട്ടെന്ന് തന്നെ അത്രയും നേരം അത്രയും ദേഷ്യത്തിൽ നിന്നൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ക്ലോത്ത്സ്, ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അതെന്താണ് സോർട്ട് ചെയ്ത് അടിയിലോട്ട് പോവാണ്. അപ്പൊ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവളുടെ ഫേസ് ഭയങ്കര കാം ആക്കുന്നുണ്ട്. ഇതിനൊരു റീസൺ ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവരുത് എന്നൊരു തോട്ട് ആർക്കുണ്ട്, നമ്മളുടെ നോമിതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് നോമിത എന്ത് ചെയ്യുന്നത്, അങ്ങനെ കാമായിട്ട് അടിയിലോട്ട് പോകുന്നത്. ഓക്കെ. The elder sister-in-law notices that burnt part of Nomda's sari and asks what happened. അങ്ങനെ ഇവളുടെ എൽഡസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റർ-in-law എന്ത് കാണാണ്, ഈ ഒരു സാരി ബേൺഡ് ആയിരിക്കുന്നത്, അതായത് സാരി കത്തിയിരിക്കുന്നത് കാണാണ്. അങ്ങനെ ആ ഒരു സിസ്റ്റർ-in-law ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. Nomida hides the truth and says that the sari caught fire while she was lifting a pot of hot water from the stove. അപ്പൊ നോമിത എന്താണ് അവിടെ നുണ പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഇതിന്റെ റീസൺ, അവരുടെ പ്രശ്നങ്ങൾ പുറത്തോട്ട് പോവരുത് എന്നൊരു തോട്ട് ആർക്കുണ്ട്, നോമിതയ്ക്കുണ്ട്. ഓക്കെ. അപ്പൊ നോമിത എന്താണ് നുണ പറയാണ്. എന്താണ് പറയുന്നത്, സ്റ്റവിൽ എന്താ ചൂടുവെള്ളം പാത്രത്തിൽ എടുക്കുന്ന സമയത്ത് സാരി എന്താണ് ആ ഒരു സ്റ്റവിൽ പിടിച്ചതാണ്, അങ്ങനെ തീ വന്നതാണ് എന്ന് പറയാണ്. ഓക്കെ. She then quietly begins peeling potatoes and continues her work without showing her pain. അങ്ങനെ അവൾ എന്താണ് അവിടെ തന്നെ നിന്നിട്ട് പൊട്ടാറ്റോസിന്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തൊലി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താ അവളുടെ ഒരു പെയിൻ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്, പുറത്തോട്ട് എന്ത് ചെയ്യുന്നില്ല, അത് കാണിക്കുന്നില്ല. To the outside world, Ajit appears to be kind, generous and respectable husband. അതായത് ഔട്ട്സൈഡ് വേൾഡിൽ, ഇവരെ രണ്ടുപേരെയും വേൾഡിലല്ല, പുറത്തോട്ട് നോക്കുമ്പോ അജിത്ത് എന്ന് പറയുന്നത് എന്താണ്, ജനറസ് ആയിട്ടുള്ള ഭയങ്കര മാന്യനായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. അവർ മറ്റേ മെയ്ഡ് ഫോർ ഈച്ച് ദർ അങ്ങനത്തെ ഒരു കപ്പിൾ ആയിട്ടാണ് അവര് കാണിക്കുന്നത്. പക്ഷേ വെൽ നോമിത സീംസ് ടു ബി ലിവ് ഹാപ്പിലി ലൈക്ക് എ ക്യൂൻ. അതായത് അജിത്ത് ഒരു നല്ല ഹസ്ബൻഡ് ആണ്, നോമിത എന്താണ് ഒരു ക്യൂനെ പോലാണ്. അങ്ങനെ ഒരു രീതിയിലാണ് അവർ പുറത്തോട്ട് എന്ത് ചെയ്യുന്നത് അവരാ ഒരു റിലേഷൻഷിപ്പ് ഡിസ്പ്ലേ ചെയ്തത്. പക്ഷേ ഇൻ റിയാലിറ്റി however she suffers silently because of her husband's disrespect and the unequal treatment of women in society. പക്ഷേ റിയാലിറ്റി നോക്കുമ്പോൾ എന്താണ്, നോമിത എന്ത് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ഹസ്ബൻഡിന്റെ ഡിസ്റെസ്പെക്റ്റും അതേപോലെ തന്നെ എന്താ പലതരത്തിലുള്ള അൺഈക്വൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നോമിത സഫർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. ലാസ്റ്റ് നോക്കാം. Through the symbol of the matchbox, അശുപൂർണ ദേവി കൺവേസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു മാച്ച് ബോക്സിലൂടെ നമ്മുടെ അശുപൂർണ ദേവി മെയിൻ ആയിട്ട് കൺവേ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വുമൺ പോസസ് ഗ്രേറ്റ് ഇന്നർ സ്ട്രെങ്ത്, ജസ്റ്റ് എ മാച്ച് ബോക്സ് കണ്ടെയ്ൻസ് ഇനഫ് ഫയർ ടു ബേൺ മെനി തിങ്സ്. അതായത് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ കാര്യങ്ങൾ ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വുമണിന്റെ ഉള്ളിൽ എന്തുണ്ട്, കുറെ അധികം ഇന്നർ സ്ട്രെങ്ത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. Yet they rarely use that strength to challenge injustice, expose men's false pride or fight against oppression. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ വുമൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, അത് റെയർ ആയിട്ട് മാത്രമേ അത് എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. അവരാ ഒരു സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുള്ളൂ, റെയർ ആയിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ആ ഒരു സ്ട്രെങ്ത് എക്സ്പോസ് ചെയ്യുന്നത്, ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ. അതേപോലെ തന്നെ എന്താണ്, മെൻസിന്റെ ഫോൾസ് പ്രൈഡുകൾ എക്സ്പോസ് ചെയ്യാനും, അത് മാത്രമല്ല അവർക്ക് നേരിടുന്ന ആ ഒരു ഒപ്രഷനെതിരെ എന്ത് ചെയ്യാനും, അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും. Society knows that women often remain silent and tolerate suffering, and this weakness is taken advantage by men. അപ്പൊ സൊസൈറ്റിക്ക് ഓൾറെഡി എന്തറിയാം,
എന്തോരം സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും വുമൻസ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുള്ളൂ, സൈലന്റ് ആയി നിൽക്കുള്ളൂ എന്നൊരു കാര്യം ആർക്കറിയാം, സൊസൈറ്റിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വുമൻസിന്റെ ആ ഒരു വീക്ക്നെസ്സിനെ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര, സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് മെന്നിനെയാണ് കേട്ടോ. ഓക്കെ, മെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്റ്റോറി ഈസ് ദർ ഫോർ എ സ്ട്രോങ് criticism of gender equality and silent suffering of women in patriarchal society. അപ്പോൾ ഈ ഒരു സ്റ്റോറി മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോ. The story is therefore a strong criticism of general inequality. അതായത് ജനറൽ ഇക്വാലിറ്റിനെ മെയിൻ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണിത്. അത് മാത്രമല്ല, ആൻഡ് ദി സൈലന്റ് സഫറിംഗ് ഓഫ് വുമൺ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. ഓക്കെ, അതായത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന വുമൻസിന്റെ ആ ഒരു സഫറിങ്ങിന്, സൈലന്റ് സഫറിങ്ങിന് കേട്ടോ, ഓർത്തു വെക്കാം, സൈലന്റ് സഫറിംഗ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ എക്സ്പോസ് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും റൈറ്ററിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ചിലപ്പോൾ എക്സാമിന് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതിയിൽ എഴുതാം. പക്ഷേ അല്ലാതെ ക്വസ്റ്റ്യൻസുകൾ ചാപ്റ്ററിനായിട്ട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെ വേണം ആൻസേഴ്സ് എഴുതാനായിട്ട്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോമിത. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, ഓർത്തു വെക്കണം. നോമിത ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ മാച്ച് ബോക്സ് ബൈ ആശുപൂർണ ദേവി. ഓക്കെ, അതായത് നോമിത എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആണ്. ആരാണ് എഴുതിയിരിക്കുന്നത്, ആശുപൂർണ ദേവി. She is a brave, self-respecting and strong woman who stands against male domination and injustice. അപ്പോൾ അവൾ എന്ന് പറയുന്നത് എന്താണ്, അവൾ ബ്രേവ് ആയിട്ടുള്ള, അവളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് വുമൺ ആണ്. Who stands against the male domination and injustice. Okay. She becomes deeply hurt and angry when she discovers that her husband Ajit has opened and hidden a letter addressed to her. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുകയും ദേഷ്യം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്ത് എന്ത് ചെയ്യാണ്, അവൾക്ക് വന്ന ആ ഒരു ലെറ്റർ, അവളുടെ അമ്മ അയച്ച ആ ഒരു ലെറ്റർ എന്ത് ചെയ്യാണ്, അത് ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടത് ഒരു ഒളിപ്പിച്ചു വെക്കുന്നത്, ഹിഡൻ ചെയ്യുന്നത് അവൾക്ക് ഭയങ്കരമായിട്ട് എന്താണ്, ഹേർട്ട് ആവാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. ഇൻസ്റ്റെഡ് ഓഫ് അപ്പോളജൈസിങ് ഹി ഇൻസൾട്ട് ഹെർ ബൈ സ്പീക്കിംഗ് ബാഡ്ലി അബൌട്ട് ഹെർ പുവർ ഫാമിലി. അപ്പൊ എന്താണ് അവിടെ അപ്പോളജൈസ് ചെയ്യുന്നതിന് പകരം അവൻ എന്താണ് ചെയ്യുന്നത്, ഹി ഇൻസൾട്ട് ഹെർ. അവൻ എന്ത് ചെയ്യാണ്, അജിത്ത് എന്ത് ചെയ്യാണ്, നോമിതനെ ഇൻസൾട്ട് ചെയ്യാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞിട്ടാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ദിസ് ഹ്യൂമിലിയേറ്റ്സ് നോമിത ആൻഡ് ഫിൽസ് ഹെർ ഇൻ വിത്ത് ആങ്കർ. അപ്പൊ ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ്. അത് മാത്രമല്ല, അവൾക്ക് ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേറ്റ് ആയ പോലെ ഫീൽ ചെയ്യാണ്. നോമിത is a daughter of a poor widow, but she has great dignity and does not like depending on others for money. അപ്പൊ നോമിത എന്ന് പറയുന്നത് എന്താണ്, ഒരു പുവർ വിഡോ. വിഡോ എന്താണെന്ന് അറിയാലോ, വിധവ. ഓക്കെ, അപ്പൊ ഒരു വിധവ, അച്ഛനില്ല, വിധവയുടെ മകളാണ്. പക്ഷേ അവൾ അത്രയും പുവർ ആണ്, വിധവയുടെ മകളാണ് എന്ന് പറഞ്ഞാലും അവൾക്ക് എന്തുണ്ട്, ഷീ ഹാസ് ഗ്രേറ്റ് ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അന്തസ്. ഓക്കെ, അവൾക്ക് എന്തുണ്ട്, അതിയായ എന്തുണ്ട്, അന്തസ് ഉണ്ട്. അവൾ ആ ഒരു അന്തസ് വിട്ട് എന്ത് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് ഫോർ മണി. ഒരാളുടെ അടുത്ത് പോയിട്ട് പൈസയ്ക്ക് വേണ്ടി അവൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു കോൾ ഹെർ ഹസ്ബൻഡ് എ വൾഗർ മാൻ. അതായത് അവൾക്ക് എന്താണ്, ഇപ്പോ കുറെ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹസ്ബൻഡിനെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നോമിത എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ആ ഒരു ദേഷ്യം അവിടെ അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവൾ പറയുന്നുണ്ട്. ആ ഒരു ദേഷ്യം അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, അവൾക്ക് എന്ത്, ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു കോൾ ഹെർ ഹസ്ബൻഡ് വൾഗർ മാൻ. ഹസ്ബൻഡിനെ ഒരു വൾഗർ മാൻ എന്ന് വിളിക്കാനുള്ള ഒരു ബോൾഡ്നെസ് ആർക്കുണ്ട്, നോമിതയ്ക്കുണ്ട്. ഇൻ എ മൊമെന്റ് ഓഫ് ഫ്രസ്ട്രേഷൻ ഷീ ലൈറ്റ്സ് ദ എൻഡ് ഓഫ് എ സാരി വിത്ത് ദ മാച്ച് സ്റ്റിക് to show the hidden strength and power of woman. അപ്പോ ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിൽ, ആ ഒരു ഫ്രസ്ട്രേഷന്റെ സമയത്ത് ആ ഒരു സാരിയുടെ അറ്റത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മാച്ച് ബോക്സ് കൊണ്ട് ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു തരുന്നത് എന്താണ്, ടു ഷോ ദ ഹിഡൻ സ്ട്രെങ്ത് ആൻഡ് പവർ ഓഫ് വുമൺ. അതെന്താണ് കാണിച്ചു തരുന്നത്, വുമൻസിന്റെ ഹിഡൻ സ്ട്രെങ്ത്തും പവറാണ് കാണിച്ചു തരുന്നത്. However, she soon controls her emotion, returns to her household work and pretends that nothing has happened. അങ്ങനെ തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് പെട്ടെന്ന് അവൾ എന്ത് ചെയ്യുന്നത്, അവളുടെ ഹൗസ് ഹോൾഡ് വർക്ക്സിലോട്ട് വീണ്ടും വരുന്നതും അവളുടെ മുഖത്ത് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൾ പ്രിട്ടൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഹൈഡ്സ് ഹെർ പെയിൻ ഫ്രം ദ ഫാമിലി ആൻഡ് കണ്ടിന്യൂസ് ഹെർ ഡ്യൂട്ടി വിത്ത് കറേജ്. ഓക്കെ, അവൾ എന്ത് ചെയ്യാണ്, അവളുടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് അവളുടെ ആ ഒരു പെയിൻ നന്നായിട്ട് ഹൈഡ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, അവൾ മറ്റുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാണ്. നോമിത is like a matchbox. She has the power to fight against the injustice and inequality, but she does not use it to harm anyone. അപ്പൊ നോമിത എന്താണ്, ഒരു മാച്ച് ബോക്സിന്റെ പോലെയാണ്. അവൾക്ക് എന്തുണ്ട്,
അവൾക്ക് ഇൻജസ്റ്റിസിനെതിരെയും ഇനിക്വാളിറ്റിക്കെതിരെയും ഫൈറ്റ് ചെയ്യാനുള്ള എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നോബിതയ്ക്കുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സ്ട്രെങ്ത് മറ്റുള്ളവർക്ക് ഹാം ചെയ്യാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. Through her character, the author shows the silent suffering of dignity and inner strength of woman. അപ്പൊ ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന എന്താണ്? Through her character, author shows the silent suffering. അതായത് വുമന്റെ സൈലന്റ് സഫറിങ്ങും ഡിഗ്നിറ്റിയും അതേപോലെ തന്നെ ഇന്നർ സ്ട്രെങ്ത്തും ആണ് മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത്. അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അജിത്ത് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ മാച്ച് ബോക്സ് ബൈ ആശുപൂർണ ദേവി. അപ്പോ ആശുപൂർണ ദേവി എന്ന് പറയുന്ന ഓഥർ എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് ആരെന്ന് പറയുന്നത്? അജിത്ത് എന്ന് പറയുന്നത്. ഹി ഈസ് നോമിതാസ് ഹസ്ബൻഡ് ആൻഡ് കംസ് ഫ്രം എ റിച്ച് ഫാമിലി. അപ്പൊ അദ്ദേഹം എന്താണ്? നോമിതയുടെ ഹസ്ബൻഡ് ആണ്. അദ്ദേഹം വരുന്നത് ഒരു റിച്ച് ഫാമിലി നിന്നാണ്. ഹി മാരീഡ് നോമിത മെയിൻലി ബിക്കോസ് ഓഫ് ഹെർ ബ്യൂട്ടി. അജിത്ത് എന്തുകൊണ്ടാണ് നോമിതനെ മാരി ചെയ്യുന്നത്? അവളുടെ ബ്യൂട്ടി, അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് മെയിൻ ആയിട്ട് അജിത്ത് എന്ത് ചെയ്യുന്നത്? അവളെ മാരി ചെയ്യുന്നത്. ഓക്കെ. Ajit does not treat Nomida with love and respect. He often insults her by calling her daughter of a dung picker and makes fun of her poor family background. Okay. പക്ഷേ ആ ഒരു സൗന്ദര്യം കൊണ്ടായതുകൊണ്ട് തന്നെ നോമിതയിൽ ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? സ്നേഹം കൊണ്ടോ ലവ് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് റെസ്പെക്ട് കൊണ്ടോ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ട്രീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. ഹി ഓഫൻ ഇൻസൾട്ട് ഹെർ ബൈ കോളിംഗ് ഹെർ ഡോട്ടർ ഓഫ് എ ഡങ് പിക്കർ. ഓക്കെ. അതായത് ഒരു ഡങ് പിക്കറിന്റെ ഡോക്ടർ ആണ് നീ എന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അവളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് മേക്സ് വൺ ഓഫ് ഹെർ പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അവളുടെ ആ ഒരു പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട്. ഓക്കെ. He has the habit of opening and reading the letters addressed to Nomida without her permission. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു ഹാബിറ്റ് ആണ് എന്ത്? നോമിതയ്ക്ക് അഡ്രസ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് എന്ത് ചെയ്യുക? അത് ഓപ്പൺ ചെയ്ത് വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റ് ആണ്. ഓക്കെ. അതായത് എന്തില്ലാതെ അവളുടെ പെർമിഷൻ ഇല്ലാതെ വായിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റ് ആണ്. He believes that women are weak and have no confidence. അപ്പൊ അജിത്തിനൊരു വിശ്വാസം ഉണ്ട്, എന്ത്? വുമൻസിന് എന്തില്ല? കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ഒരു വിശ്വാസം ആർക്കുണ്ട്? അജിത്തിന് ഉണ്ട്. ഓക്കെ. When Nomida asks him about reading her mother's letter, he laughs at her instead of admitting his mistake. അതെ, നോമിത എന്ത് ചെയ്യാണ്? ഇവന്റെ അടുത്ത്, നമ്മൾ അജിത്തിന്റെ അടുത്ത് നിങ്ങൾ ഈ ഒരു ലെറ്റർ വായിച്ചോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം എന്താണ് അവിടെ ഒരു അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്നത്? അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഹി നെവർ അണ്ടർസ്റ്റാൻഡ്സ് ഓർ റെസ്പെക്ട് ഹെർ ഫീലിങ്സ് ഓർ ഇമോഷൻ. അപ്പൊ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? അവളുടെ ഫീലിങ്സോ ഇമോഷനോ എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കിയിട്ടുമില്ല, അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുമില്ല. When Nomida sets fire to the end of her sari in anger, Ajit becomes frightened and quickly put out the fire. Okay. അപ്പൊ നോമിത എന്താണ്? ആ ഒരു സാരിയില് ഫയർ കൊളുത്തുന്ന സമയത്ത് അജിത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? പേടിച്ചു പോവാണ്. മാത്രല്ല അദ്ദേഹം പെട്ടെന്ന് ആ ഒരു ഫയർ എന്ത് ചെയ്യുന്നുണ്ട്? അണയ്ക്കുന്നുണ്ട്. This shows that he never expect her to protest in a such a bold way. അപ്പൊ ഇത് കാണിച്ചിരുന്നത് എന്താണ്? അദ്ദേഹം ഒരിക്കലും എന്ത് വിചാരിച്ചിട്ടില്ല? ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അദ്ദേഹം ഒരിക്കലും എന്ത് വിചാരിച്ചിട്ടില്ല? അവൾ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വേയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്ന് ആരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അജിത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. To the other people, Ajit appears to be a kind and generous husband. അപ്പൊ മറ്റുള്ള പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് എന്താണ്? അജിത്ത് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് പുറത്തു നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുക. ബട്ട് ഇൻ റിയാലിറ്റി ഹി ഈസ് പ്രൗഡ്, കൺട്രോളിങ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ഹെർ വൈഫ്. പക്ഷേ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ വൈഫിന് എന്താണ്? കൺട്രോൾ ചെയ്യും, അതേപോലെ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ. Through Ajit's character, the author shows the attitude of many men in patriarchal society who treated women as a inferior. Okay. അതായത് ഇവിടെ ഈ ഒരു അജിത്തിന്റെ ക്യാരക്ടർ വെച്ച് നമുക്ക് ഓദർ എന്താണ് മനസ്സിലാക്കി തന്നത്? ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വുമൺ എന്താണ്? ജസ്റ്റ് ഒരു പെണ്ണാണ്, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, വുമണിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആര്? അജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ ആണ് നമ്മളുടെ നോമിതയുടെ മദറിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ. നോമിതാസ് മദർ ട്ടോ. നോമിതയുടെ മദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. നോക്കാം. Nomita's mother is an unseen character in Matchbox by Ashburna Devi. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിതയുടെ മദർ എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് അൺസീൻ ആയിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അതായത്
ജസ്റ്റ് ആ ഒരു ലെറ്ററിലൂടെ നമുക്ക് ആരെ മനസ്സിലാവുന്നുള്ളൂ, നോമിതയുടെ മദറിനെ മനസ്സിലാവുന്നുള്ളൂ. Although she does not appear directly in the story, she plays an important role because her letter becomes the reason for the quarrel between നോമിത and അജിത്ത്. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റോറിയിൽ ഡയറക്ട്ലി ആരും അപ്പിയർ ചെയ്യുന്നില്ല, നമ്മളുടെ അമ്മ അപ്പിയർ ചെയ്യുന്നില്ല. പക്ഷെ അവളൊരു ഇമ്പോർട്ടന്റ് റോള് അവിടെ ആർക്കുണ്ട്, അമ്മയ്ക്കുണ്ട്. കാരണം എന്താണ്, ഇവർ തമ്മിൽ അജിത്തും നോമിതയും തമ്മിൽ ആ ഒരു കോറൽ നടക്കാൻ കാരണം എന്താണ്, ആ ഒരു ലെറ്റർ ആണ്. ലെറ്റർ ആരാണ് എഴുതിയത്, അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്തുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് റോൾ ഈ ഒരു സ്റ്റോറിയിലുണ്ട്. She is a poor widow who married her daughter to Ajit, a rich man, hoping that Nomita would have a better life. അപ്പൊ അമ്മ എന്ന് പറയുന്നതാണ് ഒരു പാവപ്പെട്ട ഒരു വിഡോ, അതായത് എന്താണ്, വിധവയാണ്, പാവപ്പെട്ടവളാണ്. അപ്പൊ വിധവയാണ്, പാവപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നോമിതേനെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആരാണ്, അജിത്ത്. അപ്പൊ അമ്മ എന്താ വിചാരിക്കുക, മോള് നല്ല സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അജിത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, she often write letters to Nomita asking for money to meet her daily needs and repair her small thatched house. Okay, അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവൾക്ക് ലെറ്റർ എഴുതാറുണ്ട്. അപ്പൊ ലെറ്റർ എഴുതുമ്പോൾ അമ്മയുടെ ഡിഫിക്കൽട്ടീസ് അതിൽ പറയാറുണ്ട്. അതേപോലെ തന്നെ അമ്മയ്ക്ക് എന്താണ്, ഡെയിലി ഉള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഡെയിലി പല പല ആവശ്യങ്ങളുണ്ട്, അതായത് മീറ്റ് ചെയ്യാനായിട്ട് അമ്മ നോമിതയുടെ അടുത്ത് നിന്ന് എന്ത് ചോദിക്കാറുണ്ട്, പൈസ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അവരൊരു വീട്, ചെറിയ വീടാണ്, അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോമിതയുടെ അടുത്ത് പൈസ ചോദിക്കാറുണ്ട്. She believes that her kind-hearted son-in-law will help her. അപ്പൊ അമ്മ വിചാരിക്കണം എന്താണ്, ഒരു സണ്ണിലോ എന്താണ്, ഭയങ്കര പാവാണ്, അതുകൊണ്ട് തന്നെ സണ്ണിലോ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നാണ് അമ്മ വിചാരിക്കുന്നത്. പക്ഷെ however, Nomita feels embarrassed and upset whenever her mother asks for money. അതായത് എപ്പോഴും നോമിതയ്ക്ക് എന്താണ്, അമ്മ എപ്പോഴും ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ലെറ്റർ അയക്കുമ്പോ അവൾക്ക് എന്താണ് ഒരു എംപ്രൈസ്മെന്റും, അതേപോലെ തന്നെ അവൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവാറുണ്ട്. ഓക്കെ, കാരണം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ഫീൽ ചെയ്യാറുണ്ട്, ഒരു എംപ്രൈസ്മെന്റും അതേപോലെ തന്നെ ഒരു അപ്സെറ്റും ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഷീ തിങ്സ് ദിസ് ലെറ്റേഴ്സ് മേക്ക് ഹെർ ഫീൽ ഹ്യൂമിലിയേറ്റഡ് ഇൻ ഹർ ഹസ്ബൻഡ്സ് ഹൗസ്. ഓക്കെ, അതായത് ഈ ഒരു ലെറ്റർ അമ്മ എപ്പോഴും പൈസ വെച്ചിങ്ങനെ ലെറ്റേഴ്സ് അയക്കുമ്പോൾ അവൾക്കൊരു ഫീൽ ഉണ്ട്, എന്ത്, ആ ഒരു ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്താണ്, അവളെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് എല്ലാരും കാണും, അവള് നാണം കേടോ എന്നുള്ളൊരു ഫീൽ ആർക്കുണ്ട്, നമ്മുടെ നോമിതയ്ക്ക് ഉണ്ട്. നോമിതാസ് മദർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെർ ഡോട്ടേഴ്സ് ഫീലിംഗ്സ് ആൻഡ് കണ്ടിന്യൂസ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് ബിക്കോസ് ഷീ ഹാസ് നോ അതർ ചോയ്സ്. അപ്പൊ നോമിതയുടെ അമ്മ ഒരിക്കലും എന്ത് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല, നോമിതയുടെ സൈഡും നോമിതയുടെ ഫീലിംഗ്സും അമ്മ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണ്, അമ്മയ്ക്കും വേറെ ചോയ്സ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, അമ്മ എപ്പോഴും ആരുടെ അടുത്തുനിന്ന് പൈസ ചോദിക്കാറുണ്ട്, നോമിതനോട് പൈസ ചോദിച്ചിട്ട് ലെറ്റർ അയക്കാറുണ്ട്. ഓക്കെ, നോമിതാസ് മദർ ഈസ് സിമ്പിൾ, ഹംബിൾ ആൻഡ് കെയറിംഗ്. നോമിതയുടെ അമ്മ എന്താണ്, ഒരു പാവാണ്, ഹംബിൾ ആണ്, ഭയങ്കര കെയറിംഗ് ആണ്. ഷീ ട്രൂലി ബിലീവ്സ് ദാറ്റ് ഹർ ഡോട്ടർ ലിവിംഗ് ഹാപ്പിലി ആൻഡ് കംഫർട്ടബിളി ഇൻ അജിത്സ് ഹൗസ്. അപ്പൊ അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, അവളുടെ ഒരു മകള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് അജിത്തിന്റെ വീട്ടിൽ താമസിക്കുന്നത് എന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ through her character the author shows the poverty and helplessness of വിഡൌഡ് മദേഴ്സ് ഇൻ സൊസൈറ്റി. അപ്പൊ നമ്മളുടെ ഈ ഒരു അമ്മയുടെ ക്യാരക്ടറെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്, വിഡൌഡ് ആയിട്ടുള്ള മദേഴ്സ്, ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് വിധവകളായിട്ടുള്ള എന്തുണ്ട്, അമ്മമാരുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഹെൽപ്ലെസ്നെസ് ഒക്കെയാണ് ഈ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. Man and woman should move forward together, supporting and respecting each other. അതായത് ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യണം, അവർ ഒരുമിച്ചാണ് മൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ ഒരുമിച്ച് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ആൻഡ് ബീങ് ഓപ്പൺ ടു ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോ ആണിനും പെണ്ണിനും എന്താണ്, പല പല ഒപ്പീനിയൻസ് ഉണ്ടാവും, പല പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത എംഫസൈസിംഗ് ഓൺ ടു വാട്ട് എക്സ്റ്റെൻഡ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് റിലവന്റ് ടു ഹർ ലൈഫ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ തന്നിരുന്നു. അതും ഈ സ്റ്റേറ്റ്മെന്റിന് നിങ്ങളുടേതായ കുറച്ച് എന്ത് ചെയ്യുക, പെർസ്പെക്റ്റീവ്സും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Women empowerment is recurring the theme in modern writings where women challenge societal norms and break free from the limitations imposed upon them. Write an essay discussing how the themes of women empowerment is presented in the 3 L's of empowerment, Matchbox and Horogello. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, ഒരു എസ്സേ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് തീം, എന്താണ്, വുമൺ എംപവർമെന്റ് ആണ് തീം. അപ്പോ
ഇതിൽ പറയുന്നത് 3 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് എഴുതാനാണ്. 3 L's of Empowerment പറഞ്ഞിട്ടുണ്ട്, മാച്ച് ബോക്സ് പറഞ്ഞിട്ടുണ്ട്, ഹൊറഗെല്ലോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹൊറഗെല്ലോ നമ്മൾ എടുത്തിട്ടില്ല, നമ്മളത് എടുക്കും. അപ്പൊ 3 L's of Empowerment നമ്മൾ എടുത്താണ്, മാച്ച് ബോക്സ് എടുത്താണ്. അപ്പൊ ഇത് 3 കൂടി മിക്സ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്താനായിട്ട് അതിനൊരു ആൻസർ എഴുതാനായിട്ട്. ഓക്കെ. After receiving her mother's letter, Nomita decided to write reply to her mother, draft the letter which Nomita planned to write. ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മയ്ക്കുള്ള ലെറ്റർ. ആ ഒരു ലെറ്റർ വായിച്ചതിന് ശേഷം നോമിത അമ്മയ്ക്ക് എഴുതുന്ന ലെറ്റർ ആണ് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, അടുത്തതും ഒരു ലെറ്റർ തന്നെയാണ്. Nomita is infuriated by the behavior of Ajit. She deeply pity for her mother and herself. She writes a letter to her mother revealing the real nature of Ajit. ഓക്കെ, അപ്പൊ അജിത്തിന്റെ റിയൽ നേച്ചർ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നോമിത എഴുതുന്ന ലെറ്റർ ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. The literary club of your school is going to dramatize the story Matchbox as the announcement how would introduce the play to the audience just before it commencement. Prepare the script of announcement. അതായത് അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് ആണ് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊരു കാര്യം ശ്രദ്ധിക്കണം, ടൈറ്റില്, പ്ലേ റൈറ്റ് ആരാണ്, തീം എന്താണ്, അതിലെ കാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അനൗൺസ്മെന്റ് ആയിരിക്കണം. ഓക്കെ. Prepare write-up discussing the space of women in the family. Prepare the review of the story Matchbox emphasizing its women's characters. Okay. Okay, ഇത് 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇത് 7 കൊടുക്കാം, 8 കൊടുക്കാം, 9. ഓക്കെ, അതായത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിസ്കസിങ് ദ വുമൺ സ്പേസ് ഇൻ ഫാമിലി. അതായത് നമ്മുടെ ഫാമിലിയിൽ വുമന്റെ സ്പേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി എടുത്തോണ്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കറക്റ്റ് മാച്ച് ബോക്സിന്റെ റിവ്യൂ എഴുതാനാണ്. ഓക്കെ, എംഫസൈസിങ് ഇറ്റ്സ് വുമൺസ് ക്യാരക്ടർ. അപ്പൊ ഈ വുമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ആരെ മാത്രം എഴുതിയത്, നോമിതേനും നോമിതയുടെ അമ്മേനെയും എഴുതണം. അതേപോലെ തന്നെ അതില് റിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലെ, അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയും പറയണം. അതേപോലെ തന്നെ എൽഡസ്റ്റ് സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, അപ്പൊ അതിനെ പറ്റി പറയണം. ഓക്കെ. Nomita wished to send her mother some money secretly, but she failed to do that as she was uneducated and unemployed. Prepare an article for your school magazine about the role of education and employment in women's empowerment. Okay, അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ the role of education and employment in women empowerment എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ സ്കൂൾ മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്, നോമിത എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അവൾ എന്താണ്, അവൾക്ക് ജോലി ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നോമിത is a simple woman with a turbulent character that may be the reason for her sudden impulsive behavior of burning her sari during the quarrel with Ajit. Do you justify her action? Why? അപ്പൊ ഇതിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. According to the recent studies in our country, every 4 minutes, one woman faces domestic violence. In Matchbox, we get a glimpse of the reality. After reading the story, Matchbox, you decided to write about the hardship of Nomita in your personal blog and online diary. Prepare the blog post you may use in the following hints: struggles, challenge, lack of identity, humiliation. അതായത് നമ്മളുടെ ഒരു കൺട്രിയിൽ എവറി 4 മിനിറ്റ്സിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഓരോ വുമൻസും ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എന്താണെന്ന് അറിയാലോ, ഗാർഹിക പീഡനം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു ബ്ലോഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ വുമൻസിന്റെ സ്ട്രഗിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം, ചലഞ്ചസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം, അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഐഡന്റിറ്റി, ഹ്യൂമിലിയേഷൻ. ഇത്രയും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് പറഞ്ഞു, ഇന്നൊരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത പറഞ്ഞു, ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിതാസ് മദർ. പിന്നെ ഇതിന്ന് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.